സിനിമ കാണൂല എന്നൊക്കെ പറയാനടുത്ത് പോയി കാണി. മലയാള ഇൻഡസ്ട്രിയിൽ ഒരു കിടിലം പടം, കിടിലം അടിപൊളി പടം. ദിലീപ് മോഹൻലാൽ പക്ക കിടില, ഒരു രക്ഷയില്ല. മോഹൻലാലിന്റെ ക്യാമിയോ ബെസ്റ്റ് ക്യാമിയോ. ഇത് ക്യാമിയോ അല്ല, അങ്ങനെ പടത്തിലുണ്ട് ഫുൾ ഉണ്ടെങ്കിലും അങ്ങനെ പടം ക്യാമിയോയാ. ഇത് മോഹൻലാലിന്റെ ദിലീപിന്റെ പടം. അപ്പം ക്രിസ്മസ് ദിലീപ് തൂക്കി. ക്രിസ്മസ് ദിലീപ് മോഹൻലാലും തൂക്കി, ദിലീപ് മാത്രമല്ല തൂക്കിയത്. இந்த வாட்டி மிஸ் ஆகாது, ஹிட் அடிச்சிட்டே. ദിലീപിന്റെ ഒരു കംബാക്ക് ആണോ? ദിലീപിന്റെ ഒരു കമ്പാക്ക് ആണ്. ഇന്റർവ്യൂ വരെ ദിലീപിന്റെ ഒരു ഷോ ആണ്. അത് കഴിഞ്ഞ് ഇന്റർവ്യൂ ശേഷം ലാലേട്ടന്റെ ഒരു അഴിഞ്ഞാട്ടമാണ് നടക്കുന്നത്. അടിപൊളി പടം. മോഹൻലാൽ ഫാൻസിനൊക്കെ അഴിച്ചാടാൻ പറ്റിയ അടിപൊളി ഈ ക്രിസ്മസ് ദിലീപ് തൂക്കിയോ? തൂക്കി അതിലൊരു മാറ്റമില്ല, ഒരു മാറ്റമില്ല. തൂക്കി ടിക്കറ്റ് എടുക്കുന്നത്. ലാലേട്ടൻ അഴിഞ്ഞാട്ടം ബ്രോ, അഴിഞ്ഞാട്ടം അത്രേ പറയുള്ളൂ. വേറെ നിങ്ങൾ കാണണേ റിപ്പീറ്റ് വാല്യൂ സത്യം, വീണ്ടും കാണാൻ പറ്റും. അങ്ങനെ ബോറടിക്കുന്ന ഒരു സീനും ഇല്ല. അടിപൊളിയാണ്. ക്രിസ്മസ് തൂക്കി അത്രേ പറയല്ല. ലാലേട്ടൻ വന്ന ചെറിയൊരു സീനാണെങ്കിലും ഓ സീൻ എനിക്കത് പറയാം. നിങ്ങൾ അണ്ണം കണ്ട മുണ്ടി പടക്കുന്ന ഓജി ഉണ്ട് അതിനകത്ത്. ഈ സിനിമ കാണൂല എന്നൊക്കെ പറയാനടുത്ത് പോയി കാണി. മലയാള ഇൻഡസ്ട്രിയിൽ ഒരു കിടിലം പടം, അത്രേ ഉള്ളൂ. ഇന്റർവൽ സീൻ അങ്ങനെയൊക്കെ ചോദിച്ചാ എല്ലാം അടിപൊളിയാണ്, എല്ലാം അടിപൊളി. അഴിഞ്ഞാട്ടം മതി ഞാൻ പോടണ്ട. സിനിമ അടിപൊളി. അഴിഞ്ഞാട്ടം തന്നെ. ക്രിസ്മസ് തൂക്കി, ദിലീപ് മോഹൻലാലിനും തൂക്കി. എങ്ങനെയുണ്ട് ലാലേട്ടന്റെ ക്യാമിയോ? എങ്ങനെയുണ്ട്? ലാലേട്ടൻ അടിപൊളിയായിരുന്നു. ആ സോന സോങ് എന്നുള്ള അതൊക്കെയാണ് സെറ്റ് ആയിരുന്നു. സെക്കൻഡ് ഇന്റർവെൽ സമയത്ത് അത് അടിപൊളിയായിരുന്നു. ഗില്ലി റെഫറൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ഗില്ലിയുടെ അടിച്ച് പൊളിച്ച് ഇത്രയൊക്കെ പറയാ സീനായിരുന്നു. സിനിമ സീനായിരുന്നു. ഗില്ലി റെഫറൻസ് ഒക്കെ ഉണ്ട്. ഗില്ലി റെഫറൻസ് ഒക്കെ ഉണ്ട്. റെഫറൻസിനൊക്കെ എങ്ങനെയുണ്ട്? അതെന്ന് പറയുമ്പോൾ ചേസിംഗ് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. വിജയ് ഫാൻസിനൊക്കെ ഒരു ട്രീറ്റ് ആയിരിക്കും. പിന്നെ അല്ലാതെ അടിപൊളിയായിട്ടുണ്ട്. ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി സിനിമ, ഒന്നും പറയാനില്ല. സൂപ്പർ സിനിമ. ദിലീപിന്റെ ഒരു പക്ക കംബാക്ക് ആണോ? കംബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി കംബാക്ക് തന്നെ. ഒരു ഇന്റർവൽ സീക്വൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം ഉള്ളു സൂപ്പർ, ഒന്നും പറയാനില്ല. നെഗറ്റീവ് ഒന്നും ഇല്ല. നെഗറ്റീവ് അടിക്കണമാരായിരിക്കും. അടിപൊളി സിനിമ. ഇനി 3 വട്ടം കാണുന്നു. ലാലേട്ടൻ തൂത്തുവാരിയോ? ഫുൾ അടിപൊളി. ക്രിസ്മസ് ദിലീപ് തൂക്കി. ദിലീപ് തന്നെ ഈ പടം തന്നെ കൺഫേം. പടം റാഞ്ചി, അണ്ണനും തമ്മി കൂടെ പടം റാഞ്ചി. ഒരു രക്ഷയില്ല. ഈ ക്രിസ്മസ് തൂക്കി. ഇതിലൊരു ഡയലോഗ് ഉണ്ട്, ഈ ക്രിസ്മസ് റാഞ്ചിട്ടുണ്ട് ലാലേട്ടനും ദിലീപേട്ടനും കൂടെ. ലാലേട്ടൻ ഒരു രക്ഷയില്ല, അടിപൊളി. ഫാൻസുകാർക്ക് കയറി ഇറങ്ങി സെലിബ്രേറ്റ് ചെയ്യാനുള്ള സാധനമാണ്. ലോജിക്ക് ഒന്നും നോക്കണ്ട, ഫുൾ മാൻലെസ് ആണ്. അവർ പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു രക്ഷയിൽ അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ അഴിഞ്ഞാട്ടം എനർജറ്റിക് പെർഫോമൻസ് ആണ്. കാരണം ജയിലറിന് ശേഷം കിട്ടിയ ഒരു ക്യാമിയോ, ഇത്രയും കിടിലം ക്യാമിയോ ആണ്. അതുപോലെ എൻജോയ് ചെയ്യാം. തിയേറ്ററിനകത്ത് ഫാൻസുകാർക്കും എല്ലാവർക്കും കയറി കിടന്ന് ആഘോഷിക്കാം. വിസിലടിച്ചൊന്നും വയ്യ, അത്ര കിടിലം. ലാലേട്ടനൊക്കെ പൊളിച്ച് ഒരു 5-10 മിനിറ്റ് ഇടവിട്ട് വിസിലടിച്ചുകൊണ്ടിരിക്കുക. കാരണം സെലിബ്രേഷൻ ആണ്, ഒരു ലാഗിങ്ങോ ഒന്നുമില്ല. നമുക്ക് തിയേറ്ററിനകത്ത് ഇരുന്ന് കട്ട എന്റർടൈൻമെന്റ് ആണ്. ഇരുന്ന് എന്റർടൈൻ ചെയ്യാൻ പറ്റിയ കിടിലം പടം. ഒരു രക്ഷയില്ല, പൊളി അടിപൊളി. ഈ സീസൺ തൂക്കി. ചേട്ടാ എങ്ങനെയുണ്ട്? ദിലീപിന്റെ ഒരു വൻ കംബാക്ക് ആണോ? എന്നാ ചേട്ടാ എന്റെ പക്ക എന്റർടൈൻമെന്റ്. തിയേറ്റർ കാണുന്ന പടം തന്നെ. തീരുമാനം ഒരു അടിച്ചു പൊളിച്ചാണ് തിയേറ്ററിൽ. മോഹൻലാൽ ഫാൻസ് നല്ല രീതിക്കുള്ള സാധനങ്ങളുണ്ട്, എല്ലാവർക്കും ഉള്ളതുണ്ട്. കാരണം റെഫറൻസ് എല്ലാം നല്ല രീതിക്കാണ്. നല്ല പടം. ചടപ്പടം കൊള്ളാം, അടിപൊളിയാണ്. നല്ലൊരു കംബാക്ക് ആണ്. മോഹൻലാലും ദിലീപും തമ്മിൽ ഇത്രയും ഒരു മാസ് കാണുമെന്ന് വിചാരിച്ചിട്ടില്ല. തുടക്കം മുതൽ ഈ അവസാനം വരെ അമ്മാതിരി സീനാണ് സാധനം. നമ്മൾ ലോജിക്ക് നോക്കാൻ വന്ന ഇഷ്ടപ്പെടുമോ? ലോജിക്ക് നോക്കി, ഇതിന് ലോജിക്ക് ഉണ്ട് സത്യം പറഞ്ഞ. അമ്മാതിനെ എടുത്ത് വെച്ചേക്കുന്ന പടം മസ്റ്റായിട്ട് കാണണം, അത്രേ പറയുള്ളൂ കേട്ടോ. എക്സ്പെക്ട് ചെയ്തതിനേക്കാളും മുകളിൽ കിട്ടിയ സിനിമ ഉറപ്പായിട്ടും ഒരുപാട് പഴയ നമ്മളെ കണ്ടു പറഞ്ഞ കുറെ സിനിമയുടെ കംബാക്ക് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഭാഗങ്ങള്. ലാലേട്ടൻ കഴിഞ്ഞാട്ടാണോ? നൈസ്. രണ്ടുപേരും ഒപ്പത്തിനൊപ്പമാണോ? തന്നെ. ഗോപി സുന്ദറിന്റെ മ്യൂസിക് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മ്യൂസിക് എല്ലാം ഗോപിസുന്ദറിന്റെ കിട്ടില്ല. സെക്കൻഡ് ഹാഫിൽ വരുന്ന ഓരോ റെഫറൻസ് സീനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? റെഫറൻസ് എന്ന് പറയുന്നത് ദിലീപിന്റെ പഴയ പടത്തിന്റെ റെഫറൻസ് എല്ലാം സാധനം ഫാൻ ഷോ പോലെ കണ്ടിരിക്കും. എല്ലാം കൂവി വിളിയും പവർ ഷോ ആയിരുന്നു. കുഴപ്പമില്ല. പ്രതീക്ഷ വന്നതിനെക്കാട്ടിലും കിട്ടിയ അത്ര ഇതില്ല കേട്ടോ. ലോജിക്കില്ലായ്മയാണോ? സാധാരണ ഒരു കഥ, പക്ഷെ പടം കണ്ടോണ്ടിരിക്കും, ബോറിംഗ് ഇല്ല. അടിപൊളി പടം, ഒന്നും പറയാനില്ല. പക്ക ഒരു ക്രിസ്മസ് വിന്നർ ആയിരിക്കുമോ? തീർച്ചയായിട്ടും കിട്ടില്ല പടം. കാരണം ഫാൻ ബോയ് എന്ന നിലയ്ക്ക് അത്രയ്ക്ക് രോമാഞ്ചായിരുന്നു പടം. പ്രത്യേകിച്ച് മോഹൻലാലും 3 ഫാനാണ്. ദിലീപ്, മോഹൻലാല്, വിജയ്. ഒന്നും പറയാൻ വയ്യ. 3 കൂടി ഒരുമിച്ച് കിട്ടിയ ഒരിത്
വല്ലാത്ത ഫീലാണ്. തീർച്ചയായിട്ടും പോയി നമ്മൾ കാണണം. എക്സ്പെക്ട് ചെയ്തതിന്റെ 3 ഇരട്ടി കിട്ടിയായിരുന്നു. തീർച്ചയായിട്ടും കിട്ടി. 3 ഇരട്ടിയല്ല, വല്ലാത്തൊരു ഫീലായിരുന്നു പടം. സെക്കൻഡ് ഹാഫിലെ റഫറൻസ് സീനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സെക്കൻഡ് ഹാഫ് തുടക്കം മുതലേ വിജയുടെ റെഫറൻസ് അങ്ങനെ വന്നു. പിന്നെ വിജയ്, ദിലീപ്, മോഹൻലാല് എന്നുള്ള സെക്കൻഡ് ഹാഫിൽ ആ ഒരു പീക്ക് വല്ലാത്തൊരു ഇതായിരുന്നു. കൊള്ളാം, പടം കൊള്ളാം കേട്ടാ. ഞാൻ കൊടുത്ത ഹൈപ്പിന് കിട്ടിയുള്ള ഇത് കിട്ടിയിട്ടുണ്ട്. പടം ഓവറോൾ ക്രിസ്മസ് തൂക്കി. പിന്നെ എല്ലാം വിജയ് എല്ലാ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓരോ ഗില്ലി എന്നാലും വിജയ് എന്നാലും ഓരോ പാട്ടിന്റെ മറ്റേ കലാഭമണിയിലെ പാട്ടൊക്കെ കിട്ടുമ്പോൾ തുള്ളാൻ തോന്നി. പക്ഷേ എനിക്കൊരു മിസ്സായി പോയത് ഫാൻ ഷോ മിസ്സായി പോയതിന്റെ